പ്ലീസ് നിങ്ങളോട് ഞാൻ മിന്നാന്ന് പറയുന്നുണ്ട്, എന്തായി എന്ന് ചോദിക്കരുത്. കാരണം ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. കാരണം തോളത്തിരുന്നിട്ട് ചെവി കടിക്കാന്ന് പറയുന്ന കേട്ടതേ ഉള്ളൂ, പക്ഷെ അനുഭവത്തിൽ പഠിച്ചട്ടാ. കാരണം കൂടെ നിന്ന് ലാസ്റ്റ് ചതിക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പോലത്തെ സങ്കടം പറയാനില്ല. ചോദിക്കുന്നവരോട് പറഞ്ഞു മതിയായി. പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടില്ല കേട്ടാ. പിന്നെ സഹായിച്ചു, ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായി. ബുദ്ധിമുട്ട് സമയത്ത് ഒരുപാട് പേര് സഹായിച്ച് ഇത്രയും ഉയരങ്ങളിലെത്തിയിട്ട് അവരൊക്കെ തള്ളി പറയാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക? സത്യത്തിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു പിരാന്തനെ പോലെ ആയിട്ടില്ല. എന്തായി ചോദിക്കുന്നു. അപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിൽ കുത്തല്ലട്ടാ. ചത്ത ശവത്തിൽ കുത്തിയിട്ട് നിങ്ങൾ ആ ചോദ്യം മാത്രം ചോദിക്കരുത്. നമ്മൾ അത്രയും സങ്കടത്തിലുണ്ട്. കാരണം ഇത്രയും സീറ്റൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇത്രയും തിരഞ്ഞെടുക്കാൻ ഒരാളെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ ഞങ്ങൾ വിചാരിച്ച ആളൊക്കെ നമ്മളെ ശത്രുക്കളായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ച ആളൊക്കെ എൻ്റെ ശത്രുക്കളായിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നെ എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്താക്കുന്നു, ഈ ശത്രുക്കളിൽ കൂടിയിട്ട് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അവരും ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് വിട്ടു പോകുമോ എന്നൊരു സംശയമാണ്. പിന്നെ ഈ കേസി എന്ന് പറയുന്ന അച്ഛനോട് ഒരു കാര്യം പറയട്ടെ. എന്തൊക്കെ പറയുന്നുണ്ട്, എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ്സുകാർ ഇരിക്കാത്ത ഒരുപാട് ബൂത്തുകൾ പോലും കോൺഗ്രസ്, പേരിന് കോൺഗ്രസ് മാത്രം പ്രവർത്തനമില്ലാതെ അവിടെയൊക്കെ ഓരോ ബൂത്തുകളിലും പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കേസിക്ക് വേണട്ടാ. അപ്പം അതൊരു മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ബൂത്തുകളിൽ ഇരിക്കാൻ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും വരാറില്ല. അവിടെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ ചുണക്കുട്ടികളാണ് ഓരോ ബൂത്തിലും ഇരുന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടി രാവിലെ പകലില്ലാതെ കഷ്ടപ്പെട്ടത്. അത് ഓർക്കുന്ന നല്ലതാണ് എന്ന് കേസി മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേസിനോട് ഒരേ ഒരു കാര്യം അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ കമൻ്റ് ചെയ്യുന്ന എല്ലാവരോടും പറയുന്നത്, ആ വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. നമ്മളെ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഏതൊരു വാക്ക് കേരളത്തിൽ നിന്ന് എടുത്തു കളയുന്നു എന്ന് പറഞ്ഞത്